ഇന്നൊരാൾക്ക് ചെറിയൊരു സർപ്രൈസ് കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങളാണ് ഈ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഇതാ കടയിൽ പോകാനൊക്കെ ഒരുങ്ങുകയാണ്. പെട്ടെന്നാണ് ഞങ്ങൾ വിചാരിച്ചത് ഇന്ന് തന്നെ കൊടുക്കാമെന്ന്. ഒരു പ്ലാനിങ് ഉണ്ടായിരുന്നില്ല കേട്ടോ. 2-3 ദിവസം കഴിഞ്ഞിട്ടാണ് നമ്മളിതൊരു പ്ലാൻ ചെയ്തത്. പക്ഷേ ഇന്നത്തെ ഒരു ദിവസം തന്നെ അങ്ങ് ആക്കിയെടുക്കാമെന്നാണ് വിചാരിച്ചത്. ഈ ഒരു വീഡിയോ നമ്മൾ എടുത്തത് നമ്മുടെ നൂലുകെട്ട് ചടങ്ങിൻ്റെ ഫംഗ്ഷൻ്റെ അന്ന് എടുത്ത വീഡിയോ ആണ് കേട്ടോ. അന്ന് വൈകിട്ട് എടുത്തതാണ്. അങ്ങനെ സംഗിയും കുഞ്ഞിനും ഒക്കെ കൂടെ ബേക്കറിയിലോട്ടൊന്ന് പോയി ഇന്നൊരു കേക്കൊക്കെ മേടിച്ച് കട്ട് ചെയ്യാനുള്ള പ്ലാനിങ് ആണ്. അങ്ങനെ നമ്മുടെ കേക്കൊക്കെ കട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആർക്ക് വേണ്ടിയിട്ടാണെന്നും എന്താണെന്നൊക്കെ വഴിയെ പറയാം കേട്ടോ. അപ്പോൾ ആളുടെ റിയാക്ഷൻ എങ്ങനെയാണെന്നും കൂടെ കാണിച്ചു തരാം. കാരണം ഒട്ടും പ്രതീക്ഷിച്ചുള്ളത് ഇങ്ങനെയൊരു കാര്യങ്ങളൊക്കെ ഉണ്ടാവുമെന്ന് ഒട്ടും പ്രതീക്ഷ കാണത്തില്ല. കാരണം ആൾ ഭയങ്കര കരഞ്ഞു കാറിയിരിക്കുകയായിരുന്നു ഇന്നത്തെ ഒരു ദിവസം. അതായത് നമ്മുടെ കുഞ്ഞുവാവ വന്നതിന് ശേഷം ഇവിടെ ഒരാളെ ഞാൻ മൈൻഡ് ചെയ്യുന്നതേ ഇല്ല എന്നാണ് കേട്ടോ ആളുടെ പരാതി. കാരണം അവൾക്ക് ഞങ്ങളോടുള്ള ഒരു രീതിയും കാര്യങ്ങളൊക്കെ എങ്ങനെയാണെന്ന് അത് പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ല. ആ ഒരു രീതിയിലാണ് തിരിച്ച് ഞാൻ അങ്ങോട്ട് കാണുന്നതും അങ്ങനെയാണ്. എൻ്റെ ഒരു മോളുടെ സ്ഥാനത്ത് കണ്ട് ഒരു മോളെ പോലെയൊക്കെയാണ് നോക്കിയും കാണുകയും വളർത്തുകയും ആ ഒരു രീതിയിലൊക്കെ ആയതുകൊണ്ട് തന്നെ കുഞ്ഞുവാവ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് അവളോടുള്ള സ്നേഹം കുറഞ്ഞു പോയി എന്നും പറഞ്ഞ് പരാതിയാണ് അവൾക്ക്. അതുകൊണ്ട് തന്നെ ഇതാ ഇരുന്ന് കാറി കൂവിക്കൊണ്ടിരിക്കുകയായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു എന്നാൽ ഇന്ന് തന്നെ അങ്ങ് കേക്ക് കട്ട് ചെയ്യാമെന്ന്. ഞങ്ങൾ ഒരുപാട് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതാണ്. അതുമാത്രമല്ല പിന്നെ ചിറ്റയും അനിയത്തിയൊക്കെ അങ്ങ് പോവുകയാണ്. അവർ പോകുന്നതിന് മുന്നേ അങ്ങ് ആകുമ്പോഴത്തേക്ക് എല്ലാവരും കൂടെ ഉണ്ടെങ്കിൽ ഒരു രസമാണല്ലേ. നീ അതിനെ മറ്റേതൊക്കെ അടിച്ചു പറഞ്ഞിട്ടുണ്ടേ ഗിഫ്റ്റുകളൊക്കെ. ഞങ്ങൾ ഗിഫ്റ്റ് അൺബോക്സിങ്ങിന് വേണ്ടിയിട്ട് ഒരുങ്ങുക, നമുക്ക് കുറേ ഫോട്ടോസ് എടുക്കാനുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് ഒരാളെ ഇവിടെ ഒരുക്കാൻ വേണ്ടി കയറ്റി വിട്ടത്. ആൾ കണ്ടില്ല കേക്കൊന്നും വാങ്ങിച്ചുകൊണ്ട് വരുന്നത്. ഞങ്ങൾ കേക്കൊക്കെ എടുത്ത് വെളിയിൽ വെച്ചിട്ട് ആളുടെ റിയാക്ഷന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുകയാണ്. അപ്പം ഞങ്ങൾ ഓരോന്ന് പറഞ്ഞിട്ട് ഇറങ്ങി വരുന്നില്ലേ എന്നൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ആൾ ഇറങ്ങി വരും കേട്ടോ. ആൾ ഒരുങ്ങാൻ കയറി കഴിഞ്ഞ് 1-1.5 ഒരുക്കുവാണെന്ന് തോന്നുന്നു. ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞ് നല്ല രീതിയിൽ ഒരുങ്ങുന്നുണ്ട് കേട്ടോ. എല്ലാവരുടെ അമ്മച്ചി ഇല്ല മക്കൾ, നാണ്ടാ അമ്മച്ചി. എനിക്ക് മനസ്സിലായി, മലയാളത്തിലാ പറഞ്ഞത്. മോള് ഞെട്ടിപ്പോയി. ഞാൻ ഇച്ചിരി ഒരുങ്ങിയിട്ട് വരട്ടോ. ഞാൻ അന്നോട് ഒരുങ്ങിയിട്ട് വരട്ടോ. അത് പെയിന്റിങ്ങിന് പോയിട്ട് വരുമോ? അതെ, അവള് ഫോട്ടോ എങ്ങാണോ നിങ്ങൾ ഉച്ചയ്ക്ക് എടുത്തതിന്റെ ബാക്കി എടുക്കാനായിരിക്കും. വാവ ഇറങ്ങി വന്നതുപോലെ ഇങ്ങനെ ഒതുങ്ങുകൊണ്ട് സമാധാനപ്പെട്ടു. 19-ാം തീയതി ആയിരുന്നു. ഹാപ്പി ബർത്ത്ഡേ ടു യു, ഹാപ്പി ബർത്ത്ഡേ ഡോളു ബോളു, ഹാപ്പി ബർത്ത്ഡേ ടു യു. ഇനി ഒരു കേക്ക് നമ്മൾ മുറിക്കും. ശാലുമോൾ ഒട്ടും പ്രതീക്ഷയില്ല കേട്ടോ. ഇന്നത്തെ ഒരു ദിവസം അവളുടെ ബർത്ത്ഡേ ഇങ്ങനെ കേക്ക് കട്ട് ചെയ്ത് ആഘോഷിക്കുമെന്ന് ഒട്ടും പ്രതീക്ഷ കാണത്തില്ല. കാരണം അവളുടെ ബർത്ത്ഡേ വരുന്നത് ഓഗസ്റ്റ് 8-ാം തീയതിയാണ്. നമ്മളുടെ നൂലുകെട്ട് ഫംഗ്ഷൻ വന്നത് 1-ാം തീയതിയാണ് കേട്ടോ. അപ്പോൾ ഇത്രയും ദിവസം ഉണ്ടല്ലോ. അതുമാത്രമല്ല അവളുടെ ബർത്ത്ഡേയുടെ ആ ഒരു സമയത്ത് അവളിവിടെ കാണത്തില്ല. 4-ാം തീയതി തന്നെ തിരിച്ച് പോവുകയും ചെയ്യാണ്. അന്ന് സംഗിയും പോകും കേട്ടോ. അതുകൊണ്ട് തന്നെ നമ്മൾ അതിന് മുന്നേ കേക്ക് കട്ട് ചെയ്ത് അവൾക്ക് എന്തെങ്കിലും ഗിഫ്റ്റ് കൊടുക്കണം എന്ന് നമ്മൾ പറഞ്ഞ് പ്ലാൻ ചെയ്ത് വെച്ചിരുന്നതായിരുന്നു. അതുകൊണ്ട്
അതുകൊണ്ട് തന്നെ ഞങ്ങൾ എല്ലാം ഒന്ന് അവൾ പോകുന്നതിൻ്റെ തലേന്ന് അങ്ങനെ കേക്ക് കട്ട് ചെയ്യാന്ന് പറഞ്ഞിരുന്നതാണ്. പിന്നെ വിചാരിച്ചു ഇന്ന് തന്നെ അങ്ങ് ആകാം, അതാകുമ്പോൾ ചിറ്റയൊക്കെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടാണ് കേട്ടോ ഇന്ന് കട്ട് ചെയ്തത്. പക്ഷെ ഭയങ്കര സന്തോഷമായിരുന്നു അവൾക്ക്. അവളുടെ സന്തോഷം കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായി. നമുക്കിങ്ങനെ കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളൊക്കെ അല്ലേ കൊടുക്കാൻ പറ്റത്തുള്ളൂ. എല്ലാവരും കൂടെയൊക്കെ ആകുമ്പോൾ അതിൽ ഒരു കുറച്ചും കൂടെ സന്തോഷം കൂടുമല്ലോ. അങ്ങനെ കേക്കൊക്കെ കട്ട് ചെയ്ത് ഇതെല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു. നല്ല കേക്കായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ. ഇനി നമുക്ക് ഗിഫ്റ്റ് കൊടുക്കണമല്ലോ. ഞാൻ 1-2 സാധനങ്ങൾ വാങ്ങിച്ച് വെച്ചു. 1-2 ഓർഡർ ചെയ്തിട്ട് എനിക്ക് കിട്ടിയതുമില്ല, ക്യാൻസലായി പോവുകയും ചെയ്തു. പിന്നെ കിട്ടിയത് വെച്ചിട്ട് ഞാൻ അവൾക്ക് ഗിഫ്റ്റാക്കി ഒരു ഗിഫ്റ്റ് ആമ്പറിങ് പോലെയൊക്കെ ചെയ്യണമെന്ന് പറഞ്ഞിട്ടായിരുന്നു. പക്ഷേ ഉള്ളതൊക്കെ വെച്ചിട്ട് ഞാൻ അവൾക്ക് കൊടുത്തു കേട്ടോ. അതുപോലെ സംഗീം വാങ്ങിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അവൾ ഒട്ടും പ്രതീക്ഷ കാണത്തില്ല ഇതാ ഇങ്ങനൊരു ഗിഫ്റ്റ്. മണ്ടാന്ന് എഴുതിയാൽ മതിയായിരുന്നു. ഹാപ്പി ബർത്ത്ഡേ മണ്ടാന്ന് എഴുതിയാൽ മതിയായിരുന്നു. അത് അടുത്തോട്ട് എഴുതാം. ശരിയാ, മണ്ടനാണല്ലോ. കയ്യിലല്ലേ ഇതാണോ മക്കളി പോലെ ബോക്സ് എനിക്ക് ഓർമ്മയുണ്ട്. ഞാൻ മണിക്കൂറോളം മിനിക്കൂറേക്ക് ബോക്സ് മാറ്റാതെ വെച്ചേക്കോ. എന്തുപോലെ പൂച്ചക്കുട്ടി അപ്പുറത്തെ വീട്ടിലെ കൊച്ചിന്റെ അല്ലേ എന്റെ അടിയിൽ ഓണാക്കിയിട്ട് തട്ടിക്ക് പയ്യ തെറ്റിച്ച ഇനി വരെ മഞ്ഞ വരെ എല്ലാം വലിയ വെച്ചാ സംഗി ചോദിച്ച് ഞാൻ തരത്തില്ല. എനിക്ക് വേണ്ട ഗാലക്സി. സാധുവിന് വട്ടായം തോന്നുന്നു. ഞാൻ തന്നെ കഴിച്ചോ? ഇല്ല തന്നെ നോക്കണം പറഞ്ഞിട്ട് ക്യാഷ് ഉണ്ടോ നോക്കുന്നില്ലേ? ഇല്ല, അത് ഞാൻ ഒന്നും വെച്ചില്ല. അങ്ങനെ വെക്കണമായിരുന്നു. പിന്നെ വണ്ടിക്കൂലി കാശ് ചോദിക്കണ്ടേ അടുത്ത്? ഞാൻ ചോദിക്കും. ചോദിച്ചാലേ തരേണ്ടേ ഇല്ല. പിന്നെന്താ വേണം? എന്നാ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക് ഫുഡ് കഴിച്ചിട്ട്. എന്റെ ഒന്നും ഇല്ല. നിനക്ക് ലാപ്ടോപ്പ് എന്റെ ബർത്ത്ഡേ ഗിഫ്റ്റ് അവയ്ക്കാ 2 നിക്കർ മേടിച്ചു കൊടുത്തിട്ടുണ്ട്. മറ്റേ വില കുറഞ്ഞിടത്തുനിന്ന് 2 നിക്കർ വാങ്ങിച്ചല്ലേ. ഇത് വാങ്ങിച്ച് ബൾബ് വാങ്ങിച്ച് അതിനകത്ത് പെയിന്റ് അടിക്കാന്ന് വിചാരിച്ചു വെട്ടത്തിന് വേണ്ടിയിട്ട്. ചാമ്പ് ചെയ്താൽ മതി. അങ്ങനെ ചെയ്തിട്ട് ആവശ്യമൊന്നുമില്ല. എന്തോന്ന് വെള്ളമാണോ? മുട്ടായി തിരിച്ചു മേടിച്ചാൽ ഞാൻ റിട്ടേൺ വിടും. നീ പഠിക്കാൻ പോയില്ലെങ്കിൽ അല്ല ജോലി പോയില്ലേ? അങ്ങനെയാ വലുതാകും. അത്രയ്ക്ക് പറ്റുന്നല്ല ഞാൻ മണ്ടോട്ടേ കിട്ടു. വേറെ പക്ഷി വരാമല്ലോ. ഇത് ഇങ്ങനെ ഇടണം, ഇങ്ങനെ ഇടാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാങ്ങിച്ചത്.
പിന്നെ നോക്കണ്ടേ അത് സത്യം ഞാൻ തൊണ്ണത് നേരത്തും വെച്ചതേ ഉള്ളൂ. എനിക്ക് ടോപ്പാ വേണ്ടത്. യൂട്യൂബിടാൻ ടോപ്പില്ലടാ. അതായിരുന്നു എനിക്ക് വേണ്ടത്. അങ്ങനെ ഞങ്ങൾ 3 പേരും ഞങ്ങളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ അവൾക്ക് ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഒരു കാര്യം മാത്രം ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഹെഡ്സെറ്റ് വാങ്ങണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹെഡ്സെറ്റ് വേണോ എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഇന്ന് വരെ ഒന്നും ചോദിച്ചില്ല കേട്ടോ. ആദ്യമായിട്ടാണ് ഹെഡ്സെറ്റിൻ്റെ കാര്യം പറയുന്നത്. അപ്പോൾ സംഗി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഹെഡ്സെറ്റ് ഞാൻ വാങ്ങിക്കാം, ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നീ എന്തെങ്കിലും വാങ്ങിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പിന്നെ എന്നെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എനിക്ക് അവൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലാണല്ലോ നമ്മൾ എന്തെങ്കിലും വാങ്ങിക്കേണ്ടുന്നത്. അതുകൊണ്ട് ഞാൻ ഈ പാണ്ട പേഴ്സ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആയിട്ടോ വാങ്ങിച്ചത്. കാരണം അവൾക്ക് അതൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്നു, എനിക്ക് നന്നായിട്ട് അറിയാം. അവൾക്ക് ഇയറിങ്സ് ഒക്കെ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. 1-2 ഐറ്റംസ് കുഞ്ഞു സാധനങ്ങൾ ഓർഡർ ചെയ്തു. പക്ഷേ ആ ഐറ്റംസ് ഒന്നും വന്നില്ല. പിന്നെ ഉള്ളതുകൊണ്ട് അവൾ ഹാപ്പി ആണെന്ന് ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ ഇന്ന് ഇത്രയൊക്കെ ഉള്ളൂ. മറ്റൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും. ടാറ്റാ, സീ യു. എന്റെ പേഴ്സ് കണ്ടോ, റിച്ച് ലുക്കാ. കണ്ട ഉണ്ട്. ഞാനും തരാം. അതല്ല വീഡിയോ ഞാൻ കൈ ഇട്ടത്. ഇത് തരത്തില്ല.